മാരുതിയുടെ ആദ്യത്തെ 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയുള്ള ഒരു വാഹനം, അതും അടാറ് ലുക്കി കിടക്കുക കേട്ടോ. എവിടെ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഈ വാഹനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് അറിഞ്ഞേ. ഫസ്റ്റ് കാര്യം പറയേണ്ട ഇപ്പൊ ജോമിച്ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ആദ്യത്തെ 5 സ്റ്റാർ വാഹനം അത് ആക്ച്വലി മാരുതിയുടെ അല്ല, ഈ സെഗ്മെന്റിലെ ആദ്യത്തെ 5 സ്റ്റാർ വാഹനമാണ് ഇത്. സബ് 4 മീറ്റർ സെഡാൻ സെഗ്മെന്റിലെ ആദ്യത്തെ 5 സ്റ്റാർ വാഹനമാണ് നമ്മുടെ ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ അല്ല കേട്ടോ, വെറും ഡിസയർ ആണ്. കോപ്പി അല്ല, വണ്ടി മൊത്തം മൊത്തത്തിൽ. ഇതിപ്പോ 4ാമത്തെ ജനറേഷനിലെ ഡിസയർ ആണ്. ഇതിന് മുന്നേ നമ്മൾ കണ്ട 3 ജനറേഷൻ ഡിസയറും എന്തായിരുന്നു സ്വിഫ്റ്റ്, അതിനെ തന്നെ ഒരു സെഡാനാക്കി ഇറക്കിയ വണ്ടിയായിരുന്നു. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് ശരിക്കും സ്വിഫ്റ്റുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ലുക്കും മൊത്തത്തിൽ പറയുവാണെങ്കിൽ ലെവലാണ്. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് ആണ് ഇനി ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്രൈസ് ശരിക്കും ഇപ്പൊ നമുക്ക് നിലവിലൊരു ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ട് വന്നേക്കുന്നതാണ്. അതായത് 6.79 ലക്ഷം രൂപയ്ക്ക് എക്സ് ഷോറൂം പ്രൈസിൽ നമുക്ക് നിലവിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ. എനിക്ക് തോന്നുന്നത് ഈ ഒരു 2 മാസം കാണുള്ളൂ. അത് തീർച്ചയായും. അതായത് ഇതൊരു ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്. അതിപ്പോ നമ്മൾ ലോഞ്ചിങ് കഴിഞ്ഞ ആദ്യത്തെ ഒരു 2 മാസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ പ്രൈസ് എന്തായാലും വ്യത്യാസം വരും. ഉറപ്പായിട്ടും. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് VXi സെക്കൻഡ് ഓപ്ഷൻ ആണ്. എനിക്ക് ഞാൻ വന്നപ്പോ തന്നെ ബേസ് മോഡലും ഒക്കെ ആയിട്ടൊന്ന് കമ്പാരിസൺ ചെയ്തപ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ട് തീർച്ചയായും വളരെ വാല്യൂ ഫോർ മണി ആയ ഒരു വേരിയന്റ് ആണ്. അതായത് നമുക്ക് ഈ വേരിയന്റ് ഇപ്പോൾ ജസ്റ്റ് സ്പെക്ക് എടുത്ത് ടോട്ടൽ ഡിസയറിൻ്റെ മാത്രമല്ല, ഈ വേരിയന്റ് സ്പെക്ക് എടുത്ത് പറഞ്ഞാൽ പോലും ഒരു സെക്കൻഡ് ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, സെൻറ്റർ ലോക്ക്, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഇതിനൊക്കെ ഉപരിയായിട്ട് സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞതിൽ 6 എയർ ബാഗ്, ഇതുപോലുള്ള റിയർ എ സി വെന്റ്, യെസ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് ഒരു സബ് 4 മീറ്റർ നമുക്ക് എടുത്തു പറയാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. തീർച്ചയായും 382 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ ഒരു സെഡാൻ വണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ റോഡിൽ വളയ്ക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ആളുടെ മനസ്സിൽ വരും. അതും ഏറ്റവും മിനിമലാണിത്. 4.8 മീറ്റർ ആണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. 5 മീറ്ററിന് താഴെ ഉള്ള ഏത് സ്ഥലത്തും നമുക്ക് ഈ വണ്ടി തിരിച്ചു. അപ്പൊ എനിക്ക് തോന്നിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം മേടിക്കാൻ ഏറ്റവും നല്ല ടൈമാണ് അല്ലെ. നിങ്ങൾക്ക് വേണം വാഹനമെങ്കിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് ടു ട്രിവാൻഡ്രം എവിടെ നമ്മൾ വണ്ടി എത്തിച്ചു കൊടുക്കും. അതിന് ₹1 പോലും നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി ചെയ്തു കൊടുക്കും. വേഗം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോട്ടോ.